ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറണ്ട് അഫയേഴ്സ് സീരീസിലെ 8ാമത്തെ വീഡിയോ ആണിത്. 2024 നഷ്ടപ്പെട്ട പ്രധാന വ്യക്തിത്വങ്ങളെയും അനുബന്ധ വിവരങ്ങളുമാണ് ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ഗുസാഡി കനകരാജു. ആരാണ് ഗുസാഡി കനകരാജു? ഇദ്ദേഹത്തിൻ്റെ ജനനം 1940 മർലാവി ഹൈദരാബാദിലായിരുന്നു. എവിടെയാണ്? ഹൈദരാബാദിലെ മർലാവിയിലാണ് 1940 ഗുസാഡി കനകരാജു ജനിച്ചത്. സോ ഇദ്ദേഹത്തിൻ്റെ മരണം എന്നാണ്? അത് 2024 ഒക്ടോബർ 25 ഇദ്ദേഹത്തിൻ്റെ 83ാമത്തെ വയസ്സിൽ 2024 ഒക്ടോബർ 25 ഗുസാഡി കനകരാജു മരിക്കുന്നത്. അത് വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖം മൂലമാണ് ഇദ്ദേഹം മരിക്കുന്നത്. ഓക്കെ. അതുപോലെ കൊമരം ഭീം ആസിഫാബാദ് ജില്ലയിലെ, ഇപ്പം എന്താണ്? കൊമരം ഭീം ആസിഫാബാദ് ജില്ലയിലെ ജൈനൂർ മർലാവായ് ഗ്രാമത്തിൽ ജനിച്ച ഒരു ആദിവാസി നാടോടി സംഗീതജ്ഞനും ഗുസാഡി എന്ന കലാരൂപത്തിൻ്റെ നൃത്ത അധ്യാപകനുമാണ് ആര്? ഗുസാഡി കനകരാജു എന്ന് പറയുന്നത്. സോ ഇദ്ദേഹം ഗുസാഡി എന്ന് പറയുന്ന ആ ഒരു നൃത്തത്തിൻ്റെ പേരിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ ഗുസാഡി കനകരാജു എന്ന് കൊടുക്കുന്നത്. 1940 ഗുസാഡി കനകരാജു ജനിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണം എന്നാണ്? 2024 ഒക്ടോബർ 25 ഇദ്ദേഹത്തിൻ്റെ 83ാമത്തെ വയസ്സിൽ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖം മൂലമാണ് ഗുസാഡി കനകരാജു മരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ, ഇപ്പോൾ കൊമരം ഭീം ആസിഫാബാദ് ജില്ലയിലെ കൊമരം ഭീം ആസിഫാബാദ് ജില്ലയിലെ ജൈനൂർ മർലാവായ് ഗ്രാമത്തിൽ ജനിച്ച ഒരു ആദിവാസി നാടോടി സംഗീതജ്ഞനാണ്. ആരാണ്? ഒരു ആദിവാസി നാടോടി സംഗീതജ്ഞനും കൂടാതെ ഗുസാഡി എന്ന കലാരൂപത്തിൻ്റെ നൃത്ത അധ്യാപകനുമാണ് ആരെന്ന് പറയുന്നത്? ഗുസാഡി കനകരാജു എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ 40 വർഷത്തിലേറെയായി ഗുസാഡി നൃത്തം പഠിപ്പിക്കുന്ന ഇദ്ദേഹം 1981 റിപ്പബ്ലിക് ദിന പരേഡിൽ ഗുസാഡി നൃത്തം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? 40 വർഷത്തിലേറെയായിട്ട് ഇദ്ദേഹം ഏത് നൃത്തമാണ് പഠിപ്പിക്കുന്നത്? ഗുസാഡി എന്ന നൃത്തരൂപമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 1981 റിപ്പബ്ലിക് ദിന പരേഡിൽ ഗുസാഡി നൃത്തം ഇദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1982 ഗുസാഡിയുടെ താളാത്മക നൃത്തം കനകരാജു ജനപ്രിയമാക്കുകയും ഇതിനെ തുടർന്ന് 2021 ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പത്മശ്രീയും ലഭിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഗുസാഡി കനകരാജു എന്ന് പറയുന്നത്. എന്തിനാണ് ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത്? ഗുസാഡി എന്ന് പറയുന്ന ആ ഒരു നൃത്തരൂപം ജനപ്രിയമാക്കിയതിനാണ് ഇദ്ദേഹത്തിന് 2021 പത്മശ്രീ ലഭിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഗുസാഡി എന്ന കലാരൂപത്തെ പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ തെലങ്കാനയിലെ ആദിലാബാദ് ജില്ലയിലും മഹാരാഷ്ട്രയിലെ ചില ഭാഗങ്ങളിലും രാജുഗോണ്ട് ഗോത്രങ്ങളുടെ പുരുഷന്മാർ മാത്രം അവതരിപ്പിക്കുന്ന ഒരു സാംസ്കാരിക പരമ്പരാഗത നാടോടി നൃത്തരൂപമാണ് ഗുസാഡി നൃത്തം എന്ന് പറയുന്നത്. അപ്പം എന്താണ്? തെലങ്കാനയിലെ ആദിലാബാദ് ജില്ലയിലും, എവിടെയാണ്? തെലങ്കാനയിലെ ആദിലാബാദ് ജില്ലയിലും മഹാരാഷ്ട്രയിലെ ചില ഭാഗങ്ങളിലും രാജുഗോണ്ട് ഗോത്രങ്ങൾ, ഏത് ഗോത്രമാണ്? രാജുഗോണ്ട്. അപ്പോൾ രാജുഗോണ്ട് ഗോത്രങ്ങളുടെ പുരുഷന്മാർ മാത്രം അവതരിപ്പിക്കുന്ന ഒരു സാംസ്കാരിക പരമ്പരാഗത നാടോടി നൃത്തരൂപമാണ് എന്തെന്ന് പറയുന്നത്? ഗുസാഡി നൃത്തം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ദീപാവലി ഉത്സവ വേളയിൽ ദണ്ഡാരി ഗ്രൂപ്പുകൾ ഗുസാഡി നൃത്തം അവതരിപ്പിക്കുന്നത്. ആരാണ്? ദണ്ഡാരി എന്നറിയപ്പെടുന്ന ഗ്രൂപ്പുകൾ. അപ്പം എന്താണ്? ദീപാവലി ഉത്സവ വേളയിൽ ദണ്ഡാരി ഗ്രൂപ്പുകളാണ് ഗുസാഡി നൃത്തം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ദണ്ഡാരി എന്നറിയപ്പെടുന്ന ഗ്രൂപ്പുകളായും അതുപോലെ ഗുസാഡി എന്നറിയപ്പെടുന്ന ചെറിയ ഗ്രൂപ്പുകളായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു? ഇത് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിലെ നർത്തകന്മാരുടെ വസ്ത്രധാരണവും വ്യത്യസ്തമാണ്. അപ്പോൾ ഇതിലെ നർത്തകന്മാരുടെ വസ്ത്രധാരണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മയിൽപ്പീലി, മാൻകൊമ്പുകൾ, ആടിൻ്റെ തൊലി, അതുപോലെ പരമ്പരാഗത ആഭരണങ്ങൾ എന്നിവ കൊണ്ട് അലങ്കരിച്ച ശിരോവസ്ത്രങ്ങളും ഈ ഒരു നൃത്തരൂപത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ അവരുടെ വസ്ത്രങ്ങളിൽ വിഭൂതി എന്ന് പറയുന്ന ഒരു ചാരമാണ്. അപ്പോൾ വിഭൂതിയൊക്കെ പൂശി എന്ത് ചെയ്തിട്ടുണ്ട്? അലങ്കരിച്ചിട്ടുണ്ട്. ഇതും അവരുടെ ആചാരപരമായ രൂപത്തിൻ്റെ ഭംഗി കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ കൈകളിൽ വടികളും കഴുത്തിൽ മാലകളും ധരിച്ചിട്ടുണ്ട്. നയന മനോഹരമായിരിക്കും ഇത്തരത്തിലുള്ള വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ടുള്ള ഗുസാഡി നൃത്തരൂപം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗുസാഡി നൃത്തരൂപം എന്ന് പറയുന്നത്? തെലങ്കാനയിലെ ആദിലാബാദ് ജില്ലയിലും മഹാരാഷ്ട്രയിലെ ചില ഭാഗങ്ങളിലും രാജുഗോണ്ട് ഗോത്രങ്ങളുടെ പുരുഷന്മാർ, അത് രാജുഗോണ്ട് ഗോത്രങ്ങളിൽ പുരുഷന്മാർ മാത്രം അവതരിപ്പിക്കുന്ന ഒരു സാംസ്കാരിക പരമ്പരാഗത നാടോടി നൃത്തരൂപമാണ് ഗുസാഡി നൃത്തം എന്ന് പറയുന്നത്. കൂടാതെ ദീപാവലി ഉത്സവ വേളയിലെ ദണ്ഡാരി ഗ്രൂപ്പുകളാണ് ഗുസാഡി നൃത്തം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ദണ്ഡാരി എന്നറിയപ്പെടുന്ന ഗ്രൂപ്പുകളും അതുപോലെ ഗുസാഡി എന്നറിയപ്പെടുന്ന ചെറിയ ഗ്രൂപ്പുകളായും എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് സംഘടിപ്പിക്കും. ഈ ഒരു നൃത്തരൂപം അവർ സംഘടിപ്പിക്കുന്നത്. അതുപോലെ ഇതിലെ നർത്തകന്മാരുടെ വസ്ത്രധാരണവും എന്താണ്? വളരെ വ്യത്യസ്തമാണ്.
നയന മനോഹരമാണ്. എങ്ങനെയായിരിക്കും അത്? മയിൽപീലി, മാൻകൊമ്പുകൾ, ആടിൻ്റെ തൊലി, അതുപോലെ പരമ്പരാഗത ആഭരണങ്ങൾ കൊണ്ടൊക്കെ അലങ്കരിച്ച ശിരോവസ്ത്രങ്ങളും അതുപോലെ തന്നെ ഇവരുടെ ശരീരം മുഴുവനും വിഭൂതി എന്ന് പറയുന്ന ഒരു ചാരവും അവർ പൂശിയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ അവരുടെ ആചാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ അവരുടെ കൈകളിൽ വടികളുണ്ടായിരിക്കും. അതുപോലെ കഴുത്തിൽ ധാരാളം മാലകൾ അവൾ ധരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ മുഴുവനായിട്ട് നോക്കിയാൽ നയനമനോഹരമായിട്ടുള്ള ഒരു വേഷവിധാനം ധരിച്ചുകൊണ്ടാണ് ഈ ഗുസ്സാടി നൃത്തം അവർ അവതരിപ്പിക്കുന്നത്. കൂടാതെ ഗുസ്സാടി നൃത്തത്തോടൊപ്പമുള്ള സംഗീതത്തിന് താളം പിടിക്കാൻ വേണ്ടിയിട്ട് അവർ ചില വാദ്യ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പേരുകളാണ് ഡപ്പു, ഡുമുഡു, പിപ്രി, കലിക്കൊമ്പു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ വാദ്യ ഉപകരണങ്ങൾ? ഡപ്പു, ഡുമുഡു, പിപ്രി, കലിക്കൊമ്പു എന്ന് പറയുന്ന വാദ്യ ഉപകരണങ്ങളാണ് ഇവർ ഗുസ്സാടി നൃത്തത്തോടൊപ്പമുള്ള സംഗീതത്തിന് താളം പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഗുസ്സാടി നൃത്തത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഈ നൃത്തത്തിന് ശേഷം കലാകാരന്മാർക്ക് നൽകുന്ന ആചാരപരമായിട്ടുള്ളൊരു ആദരവുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഗ്രാമവാസികൾ നർത്തകരുടെ പാദങ്ങൾ കഴുകുകയും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ സമൂഹത്തിൽ ഉത്സവത്തിൻ്റെ സാംസ്കാരിക പ്രാധാന്യത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗുസ്സാടി നൃത്തത്തിൻ്റെ അവസാനം എന്തു ചെയ്യും? ഇവിടുത്തെ ഗ്രാമവാസികൾ ഈ നർത്തകരുടെ പാദങ്ങൾ കഴുകുകയും ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉത്സവത്തിൻ്റെ സാംസ്കാരിക പ്രാധാന്യത്തേക്ക് സൂചിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ആചാരമാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഗുസ്സാടി കലാരൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഗുസ്സാടി കലാരൂപം ജനപ്രിയമാക്കിയത് കൊണ്ടാണ് ഗുസ്സാടി കനകരാജുവിന് പത്മശ്രീ അവാർഡ് എന്നാണ് ലഭിച്ചത്. 2021 ലഭിച്ചതെന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്തൊരു വ്യക്തിത്വമാണ് പ്രൊഫസർ കെ ചെല്ലപ്പൻ. ആരാണ്? പ്രൊഫസർ കെ ചെല്ലപ്പൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജനനം 1936 എന്നാണ്. 1936 പ്രൊഫസർ കെ ചെല്ലപ്പൻ ജനിക്കുന്നത്. ഇദ്ദേഹം മരിക്കുന്നത് 2024 സെപ്റ്റംബർ 9 തമിഴ്നാട്ടിലെ ശിവഗംഗ ഡിസ്ട്രിക്റ്റിലാണ് പ്രൊഫസർ കെ ചെല്ലപ്പൻ ജനിക്കുന്നതെന്നും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ജനനം 1936 എവിടെയാണ്? തമിഴ്നാട്ടിലെ ശിവഗംഗ ഡിസ്ട്രിക്റ്റിലാണ്. മരണം എന്നാണ് സംഭവിച്ചത്? 2024 സെപ്റ്റംബർ 9 അപ്പോൾ ഈ പ്രൊഫസർ കെ ചെല്ലപ്പനെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് KC. KC എന്ന പേരിലും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ചുരുക്കപ്പേരായിട്ടുള്ള KC എന്ന പേരിലും എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഫസർ കെ ചെല്ലപ്പനെ അറിയപ്പെടുന്നുണ്ട്. കൂടാതെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗോറ എന്ന കൃതി തമിഴിലേക്ക് വിവർത്തനം ചെയ്തതിന് 2021 സെപ്റ്റംബർ 18 ഇദ്ദേഹത്തെ സാഹിത്യ അക്കാദമി അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഏത് കൃതിയാണ്? ഗോറ. അപ്പോൾ ഗോറ എന്ന് പറഞ്ഞ കൃതി ഇദ്ദേഹം തമിഴിലേക്ക് വിവർത്തനം ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2021 സെപ്റ്റംബർ 18 ഇദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറേ നിലയിൽ ഇദ്ദേഹം പ്രസിദ്ധനാണ്. ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ്. ഓക്കെ, ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ്, സാഹിത്യ നിരൂപകനാണ്, വിവർത്തകനാണ്, ഭരണാധികാരി എന്നീ നിലകളിലൊക്കെ ഇദ്ദേഹം ശോഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികളും കൂടെ നമുക്ക് നോക്കാം. പാലസ് ബുതുമൈ പുടു പതുമൈ. ഇപ്പം ഒരു കൃതി പാലസ് ബുതുമൈ പുടു പതുമൈ. അതുപോലെ തിരുക്കുറൽ ടു ക്രിക്കറ്റ്. തിരുക്കുറൽ ടു ക്രിക്കറ്റ്. മറ്റൊരു കൃതിയാണ് വിടുതുച്ചു ചുറ്റും പുരുച്ചിക്കുയിൽ. അതുപോലെ ഒപ്പിയാൽ തമിഴ്. ഒപ്പിയാൽ പോളിസീസ് ആൻഡ് പ്രോസസ്സസ്. ഒപ്പിയാൽ പോളിസീസ് ആൻഡ് പ്രോസസ്സസ് എന്ന് പറയുന്നതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണെന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്തൊരു വ്യക്തിത്വമാണ് സീതാറാം യെച്ചൂരി. ആരാണ്? സീതാറാം യെച്ചൂരി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജനനം 1952 ഓഗസ്റ്റ് 12 1952 ഓഗസ്റ്റ് 12 ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മരണം 72-ാമത്തെ വയസ്സിൽ, അതായത് 2024 സെപ്റ്റംബർ 12 ഇദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ 1952 ഓഗസ്റ്റ് 12 ജനിച്ച സീതാറാം യെച്ചൂരി മരണം 2024 സെപ്റ്റംബർ 12 ഇദ്ദേഹത്തിൻ്റെ 72-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ഇദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ആന്ധ്ര ബ്രാഹ്മണ കുടുംബത്തിൽ സർവേശ്വര സോമയാജുല യെച്ചൂരിയുടെയും, ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? സർവേശ്വര സോമയാജുല യെച്ചൂരി. അതുപോലെ മാതാവിൻ്റെ പേരാണ് കൽപ്പാക്കം. സർവേശ്വര സോമയാജുല യെച്ചൂരിയുടെയും കൽപ്പാക്കത്തിൻ്റെ മകനായിട്ട് മദ്രാസിലാണ് ആര് ജനിച്ചത്? സീതാറാം യെച്ചൂരി ജനിച്ചതെന്നും കൂടി ഓർത്തിരിക്കാം. കൂടാതെ ഇദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയ നേതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അല്ലെങ്കിൽ CPIMൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ നേതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അതായത് CPIMൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത്? സീതാറാം യെച്ചൂരി എന്ന് പറയുന്നത്. ഓക്കെ, സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ 1974 ഇദ്ദേഹം ആദ്യമായിട്ട് SFIയിൽ ചേരുന്നത്. 1974 ഇദ്ദേഹം SFIയിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഒരു 4 വർഷം കഴിഞ്ഞ് 1978 ഇദ്ദേഹം SFIയുടെ ഓൾ ഇന്ത്യ
ഇന്ത്യ ജോയിൻറ്റ് സെക്രട്ടറിയെ തിരഞ്ഞെടുത്തു. എന്താണ് SFIയുടെ ഓൾ ഇന്ത്യ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ഇദ്ദേഹം തിരഞ്ഞെടുക്കുകയുണ്ടായി. കൂടാതെ എന്താണ് ഈ ഓൾ ഇന്ത്യ ലെവലിൽ ഇദ്ദേഹം എന്താണ് പ്രസിഡൻ്റായിട്ടും ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കേരളത്തിൽ നിന്നും ബംഗാളിൽ നിന്നും അല്ലാതെ ആദ്യമായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ SFI പ്രസിഡന്റ് ആകുന്നത് ആരാണെന്നറിയോ? നമ്മുടെ സീതാറാം യെച്ചൂരി തന്നെയാണ്. അപ്പം എന്താണ് കേരളത്തിൽ നിന്നും ബംഗാളിൽ നിന്നും അല്ലാതെ ആദ്യമായിട്ട് SFI പ്രസിഡന്റ് ആകുന്ന വ്യക്തി ആരാണ്? സീതാറാം യെച്ചൂരിയാണ്. 1985 പാർട്ടിയുടെ നേതൃത്വ നിരയിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് 5 പേരടങ്ങുന്ന ഒരു പോളിറ്റ് ബ്യൂറോ രൂപീകരിക്കുകയുണ്ടായി. അതിൽ ഒരു അംഗം കൂടിയാണ് സീതാറാം യെച്ചൂരി. തൊട്ടടുത്ത വർഷം 1986 ഇദ്ദേഹം SFI വിടുന്നുണ്ട്. അതുപോലെ 1989 CPIMന്റെ സെൻട്രൽ കമ്മിറ്റിയിലേക്കും ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. ഓക്കെ, 2005 ജൂലൈയിൽ വെസ്റ്റ് ബംഗാളിൽ നിന്നുമാണ് ഇദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്തത്. ഇതാണ് 2005 ജൂലൈയിലാണ് വെസ്റ്റ് ബംഗാളിൽ നിന്നും സീതാറാം യെച്ചൂരിയെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്ത കാര്യം കൂടെ ഓർത്തിരിക്കാം. അതായത് പാർട്ടിയുടെ ഇൻ്റർനാഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വ സ്ഥാനം ആർക്ക് തന്നെയായിരുന്നു? യെച്ചൂരിക്കായിരുന്നു. കൂടാതെ പാർട്ടിയുടെ 2 ആഴ്ച കൂടുമ്പോൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രമുണ്ടായിരുന്നു, അതാണ് പീപ്പിൾസ് ഡെമോക്രസി എന്ന് പറയുന്നത്. സോ പീപ്പിൾസ് ഡെമോക്രസി എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ എഡിറ്ററായിട്ട് 20 വർഷമായിട്ട് ആര് പ്രവർത്തിക്കുകയായിരുന്നു? സീതാറാം യെച്ചൂരി പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് സീതാറാം യെച്ചൂരിയുടെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികളും കൂടെ നമുക്ക് നോക്കി വെക്കാം. ഏതൊക്കെയാണ്? ഒന്ന്, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്, ദെൻ വാട്ട് ഈസ് ദിസ് ഹിന്ദു രാഷ്ട്ര, ദെൻ സ്യൂഡോ ഹിന്ദുയിസം എക്സ്പോസ്ഡ്, സാഫ്രൺ ബ്രിഗേഡ്സ് മിത്സ് ആൻഡ് റിയാലിറ്റി, ദെൻ കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ് ടുഡേ, ദെൻ ഓയിൽ പൂൾ ഡെഫിസിറ്റ് ഓർ സെസ്പൂൾ ഓഫ് ഡെസീറ്റ്, ദെൻ സോഷ്യലിസം ഇൻ എ ചേഞ്ചിങ് വേൾഡ്, ദെൻ മോദി ഗവൺമെൻറ് ന്യൂ സർജ് ഓഫ് കമ്മ്യൂണലിസം, ദെൻ കമ്മ്യൂണലിസം വൈ സെക്യുലറിസം, ദെൻ ഗ്രിനാക്കി രാജ്നീതി. ഇനി സീതാറാം യെച്ചൂരി എഡിറ്റ് ചെയ്ത കുറച്ച് ബുക്സും കൂടെ ഉണ്ട്, അതും കൂടെ ജസ്റ്റ് നോക്കി വെക്കാം. പീപ്പിൾസ് ഡയറി ഓഫ് ഫ്രീഡം സ്ട്രഗിൾ, ദെൻ ദ ഗ്രേറ്റ് റിവോൾട്ട്, എ ലെഫ്റ്റ് അപ്രൈസൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, ദെൻ ഗ്ലോബൽ എക്കണോമിക് ക്രൈസിസ്, എ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്. സോ ഇത്രയുമാണ് സീതാറാം യെച്ചൂരിയുടെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സോ ഈ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. സോ ബാക്കി ഡീറ്റെയിൽസുമായിട്ട് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വരാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നെക്സ്റ്റ് ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ വീഡിയോ ഇൻട്രസ്റ്റിംഗും ഇൻഫർമേറ്റീവുമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്.